അപ്പനായിരിക്കുക. എല്ലാം കഴിഞ്ഞ് മാഞ്ഞു പോകുന്ന ഒരു അപ്പൻ ഇമേജ് ഉണ്ടല്ലോ, അതാകുക അത്ര എളുപ്പമല്ല. ഒത്തിരി ഒന്നും സ്നേഹിക്കാൻ വശമില്ലായിരിക്കും, സ്നേഹിക്കപ്പെടുന്നുമില്ലായിരിക്കും അപ്പന്മാര്. അങ്ങനെ ഒരു അപ്പനായിരിക്കുക എളുപ്പമല്ല. ഈശോ യൗസേപ്പിനെ അപ്പാ എന്ന് വിളിച്ചെങ്കിൽ നമുക്കും യൗസേപ്പിനെ അപ്പാ എന്ന് വിളിച്ചുകൂടെ? ദൈവപുത്രനായ മിശിഹാ തമ്പുരാന് ഭൂമിയിൽ ഒരപ്പായെ ആവശ്യമുണ്ടെന്ന് ദൈവപിതാവിന് മനസ്സിലായി അത് നടപ്പിലാക്കിയെങ്കിൽ നമുക്ക് എത്രയധികമായി അങ്ങനെ ഒരു അപ്പനെ ഭൂമിയിൽ ആവശ്യമുണ്ട്. ആ അപ്പനാണ് യൗസേപ്പ് പിതാവ്. ആ പിതൃത്വത്തിന്റെ മുഖമാണ് യൗസേപ്പ് പിതാവ്. പറയുമ്പോൾ അപ്പനാണെങ്കിലും അപ്പനാലെ മുറിവേറ്റ ഒത്തിരി പേരുണ്ട്. ആ മുറിവുകൾ വല്ലാത്ത ആഴമാണ്. അത്തരം മുറിവുകൾക്ക്, ആ മുറിവുകൾ മാഞ്ഞും മറഞ്ഞും പോകാൻ, കരിഞ്ഞുണങ്ങാൻ കാലം എത്ര കാത്തിരുന്നാലും നടക്കണമെന്നില്ല. ഈശോയ്ക്ക് എങ്ങനെയാണോ യൗസേപ്പ് സഹായമായത്, അതുപോലെ ഈ കോൺസെക്രേഷനും യൗസേപ്പിനോടുള്ള ഭക്തിയും നമുക്ക് സഹായമാകും എന്ന് തിരിച്ചറിയണം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യൗസേപ്പ് പിതാവിനോടുള്ള നമ്മുടെ പ്രതിഷ്ഠയുടെ 3-ാം നാൾ, കോൺസെക്രേഷൻ ടു സെയിൻറ്റ് ജോസഫ്. ഈ ദിവസങ്ങളിൽ താല്പര്യപൂർവ്വം ഇതിൽ പങ്കെടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഗൗരവത്തോടെ ഇതിനെ സമീപിച്ച് ഒരുക്കത്തോടെ ഈ പ്രാർത്ഥനകൾ നടത്തി ഈ വിചിന്തനങ്ങളെ ധ്യാനിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നൊരു ശാന്തതയുടെ അനുഭവമുണ്ട്. നിങ്ങളത് മെല്ലെ മനസ്സിലാക്കി തുടങ്ങും. ഓരോ ദിവസവും കഴിയും തോറും എന്തെന്നില്ലാത്ത ഒരു ശാന്തത. സെയിൻറ്റ് ജോസഫ് ശാന്തതയുടെ ആളാണ്, സൗമ്യതയുടെ ആളാണ്. ആ ശാന്തതയും സൗമ്യതയും നമ്മളിൽ മിറർ ചെയ്യപ്പെടാൻ തുടങ്ങും. അത് നിങ്ങൾ അനുഭവിച്ചു തുടങ്ങും. അതിനുവേണ്ടി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഇന്ന് ഈ സമർപ്പണത്തിൻ്റെ പ്രതിഷ്ഠയുടെ 3-ാം നാളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ വിചിന്തനം ചെയ്യുന്നത്, പിതാവും പുത്രനായ ഈശോ തമ്പുരാനും, പിതാവായ ദൈവം, പുത്രൻ തമ്പുരാനും, ഇതിനിടയിൽ യൗസേപ്പിൻ്റെ റോൾ എന്താണ്? അതാണ് നമ്മൾ ഇന്ന് ധ്യാനത്തിൻ്റെ വിഷയമാക്കുന്നത്, ഈ സമർപ്പണത്തിൻ്റെ വിഷയമാക്കുന്നത്. യൗസേപ്പിലൂടെ കൂടുതൽ ദൈവപിതാവിനെ വെളിപ്പെട്ട് കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുകയും ഒരുങ്ങുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ മെയിൻ തീം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിതാവായ ദൈവം, പുത്രൻ തമ്പുരാൻ, ഇതിനിടയിൽ യൗസേപ്പിൻ്റെ റോൾ എന്താണെന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. മനസ്സിലാക്കേണ്ട ഒരു എളുപ്പ രീതി പറഞ്ഞു തരട്ടെ, ഒന്ന് ശ്രദ്ധയോടെ കേട്ട് നോക്കി. പിതാവ് നമ്മെ സ്നേഹിച്ചു. പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ എക്സ്പ്രഷനായിരുന്നു എന്ത്? എങ്ങനെ സ്നേഹിച്ചു? തൻ്റെ ഏകജാതനെ നമ്മുടെ രക്ഷയ്ക്കായി നൽകുവാൻ തക്കവിധം അത്രയധികമായി സ്നേഹിച്ചു. ഓരോ സെൻറ്റൻസായിട്ട് ആ ക്ലാരിറ്റി ഒന്ന് വരുത്തിയെടുത്തേ. പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചു. എങ്ങനെ സ്നേഹിച്ചു? എത്രമാത്രം സ്നേഹിച്ചു? തൻ്റെ ഏകജാതനെ നമ്മുടെ രക്ഷയ്ക്കായി നൽകാൻ മാത്രം സ്നേഹിച്ചു. അപ്പം നമ്മുടെ രക്ഷ മാത്രമായിരുന്നു ഉദ്ദേശം. രക്ഷ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഡൈമെൻഷൻ കൂടിയുണ്ട്. എന്തത്? നമ്മളെ ദൈവപുത്രന്മാരാക്കുവാൻ. ഈശോയെ, പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് നമ്മളെ ദൈവമക്കളാക്കാൻ. ദൈവപുത്രന്മാരെന്നുള്ളതല്ല, മറിച്ച് അതൊരു ജെൻഡറേ ആകുന്നുള്ളൂ. ദൈവമക്കളാക്കുവാൻ തക്കവിധം കർത്താവ് നമ്മളെ സ്നേഹിച്ചു. പിതാവ് നമ്മളെ സ്നേഹിച്ചു. അതായത് ഒരു ഫീലിയൽ റിലേഷൻഷിപ്പിലേക്ക്, ദൈവപിതാവുമായി മക്കൾക്കടുത്ത ഒരു ബന്ധത്തിലേക്ക് നമ്മൾ വരാനായിരുന്നു പിതാവ് ഇതെല്ലാം ഒരുക്കിയെടുത്തത്. നമ്മൾ വിളിക്കപ്പെടേണ്ടത് ദൈവമക്കളെന്നാണ്. അതാണ് പിതാവിൻ്റെ ആഗ്രഹം. അതാണ് നമ്മൾ പറയുന്നത്. പിതാവിനെ, അതായത് ദൈവത്തെ അബ്ബാ ഫാദർ, അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ നമ്മളെ ഒരുക്കുകയായിരുന്നു പുത്രനിലൂടെ പിതാവ്. പിതാവിലേക്കുള്ള ഏക വഴി ആരാണ്? ഈശോയാണ്. ഈശോ അല്ലാതെ വേറൊരു വഴിയില്ല പിതാവിലേക്ക്. ഐ ആം ദ വേ, ഞാനാണ് വഴി. ഈശോ അല്ലാതെ മറ്റൊരു വഴിയില്ല. അതാണ് യോഹന്നാൻ 14:6 നമ്മൾ കാണുന്നത്. പിതാവിൻ്റെ കരുണയുടെയും സ്നേഹത്തിൻ്റെയും മുഖമാണ് ഈശോ. അതായത് നമുക്ക് പിതാവിൻ്റെ കരുണയും സ്നേഹവും മനസ്സിലാക്കാനുള്ള പെർഫെക്റ്റ് വേ അത് ഈശോയാണ്.
എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നുവെന്ന് ഈശോ പറഞ്ഞില്ലേ? അപ്പോൾ ഇത്രയും പറഞ്ഞത് നല്ല ക്ലാരിറ്റി തലേ വേണേ. കാരണം അല്ലെങ്കിൽ നമ്മൾ അല്പം പോലും വഴിമാറിപ്പോകാൻ നമ്മൾ അനുവദിക്കരുത്. ഈ അടിസ്ഥാനത്തിൽ നിന്ന് മാറിപ്പോകരുത്. പിതാവ് നമ്മളെ, ഞാനിത് ഇത്രയും ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾ ഓർത്തേക്കരുത് ഈ അച്ഛനെ കൊണ്ട് ശല്യമാണല്ലോ. അല്ല, ഇത് മനസ്സിലാക്കാതെ ഈ കോൺസെൻട്രേഷനൊക്കെ ചെയ്താൽ ഉണ്ടല്ലോ, ചിലപ്പോൾ ഇത് പാളിപ്പോകും. നന്മയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് നമുക്ക് തിന്മയായി ഭവിക്കും. അത് വരരുത്. പിതാവ് നമ്മെ സ്നേഹിച്ചു. എങ്ങനെ സ്നേഹിച്ചു? പുത്രനെ നൽകാൻ തക്ക വിധം. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പുത്രനെ നൽകാൻ മാത്രം സ്നേഹിച്ചു. നമ്മുടെ രക്ഷ എന്ന് പറയുമ്പോൾ അത് കേവലം ഈ സാൽവേഷൻ, അതിനേക്കാൾ ഉപരി മറ്റൊന്നും കൂടെ ഉണ്ട്. നമ്മളെ ദൈവമക്കളാക്കുക, ഫീലിയൽ റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ വരിക, പിതാവിനെ അപ്പാ എന്ന് വിളിക്കുന്ന സ്ഥാനത്തേക്ക് നമ്മൾ ഉയരുക. അപ്പോൾ പിതാവിലേക്ക് നമ്മളെ ഏറ്റവും അധികം കണക്ട് ചെയ്യുന്ന ആരാണ്? പുത്രൻ, ഈശോ. ഇനിയാണ് ചോദ്യം. ഇത്രയും മനസ്സിലാക്കിയിട്ട് വേണം ഈ ചോദ്യം ചോദിക്കാൻ. ദെൻ ഈ കോൺസെൻട്രേഷൻ്റെ അർത്ഥം എന്താണ്? വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് ദ ഡിവോഷൻ ടു സെയിൻറ്റ് ജോസഫ്? ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ യൗസേപ്പ് പിതാവിനോടുള്ള ഭക്തി, അതിൻ്റെ ആവശ്യം എന്താണ്? യൗസേപ്പ് പിതാവിനോട് നടത്തേണ്ട ഈ കോൺസെൻട്രേഷൻ, അതിൻ്റെ ആവശ്യം എന്താണ്? ഉത്തരം: യൗസേപ്പ് ഈശോയെ എങ്ങനെയാണോ സഹായിച്ചത്, ഈ കോൺസെൻട്രേഷൻ നമ്മളെ എങ്ങനെ സഹായിക്കും എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, യൗസേപ്പ് ഈശോയെ എങ്ങനെയാണോ സഹായിച്ചത്, ഈശോയ്ക്ക് എങ്ങനെയാണോ യൗസേപ്പ് സഹായമായത്, അതുപോലെ ഈ കോൺസെൻട്രേഷനും യൗസേപ്പിനോടുള്ള ഭക്തിയും നമുക്ക് സഹായമാകും എന്ന് തിരിച്ചറിയണം. ഈശോയുടെ ഡിവൈൻ നേച്ചറിന്, ഈശോയ്ക്ക് രണ്ട് സ്വഭാവങ്ങളുണ്ട്. ഡിവൈൻ നേച്ചർ, ഹ്യൂമൻ നേച്ചർ. ദൈവ സ്വഭാവം, മനുഷ്യ സ്വഭാവം. ഈശോയുടെ ഡിവൈൻ നേച്ചറിന്, ദൈവ സ്വഭാവത്തിന് യൗസേപ്പിൽ നിന്ന് ഒന്നും കിട്ടാനില്ല. അത് മനസ്സിലാക്കിക്കേ. ഈശോയുടെ ദൈവ സ്വഭാവത്തിന്, പിതാവുമായുള്ള ഈശോയുടെ ബന്ധത്തിന് യൗസേപ്പിൽ നിന്ന് ഒന്നും കിട്ടാനില്ല. പിന്നെയോ ഈശോയുടെ ഹ്യൂമൻ നേച്ചറിനാണ് യൗസേപ്പിൽ നിന്ന് കിട്ടാനുള്ളത്. ദ ഹ്യൂമാനിറ്റി ഓഫ് ജീസസ് witnesses a perfect reflection of the heavenly Father in Joseph. A sentence orthe. The humanity of Jesus witnesses a perfect reflection of the heavenly Father in Joseph. ഈശോയുടെ മനുഷ്യ സ്വഭാവം പിതാവായ ദൈവത്തിൻ്റെ സാദൃശ്യത്തെ കണ്ടെത്തിയത് എവിടെയാണ്? യൗസേപ്പിലാണ്. ഈശോയുടെ മാനുഷിക ഭാവത്തിന് പിതാവായ ദൈവത്തെ വെളിപ്പെട്ട് കിട്ടിയത് യൗസേപ്പിലൂടെയാണ്. അപ്പോൾ ഈശോ എന്ത് തീരുമാനിക്കുന്നു? ജീസസ് ഓൾസോ വാണ്ട്സ് ടു ഷെയർ വിത്ത് us who was for him the earthly image of his heavenly Father. ഈശോയ്ക്ക് ദൈവപിതാവിൻ്റെ ഛായയായിരുന്ന യൗസേപ്പിനെ നമുക്കും നൽകാൻ ഈശോ തീരുമാനിക്കുന്നു. അങ്ങനെ വേണം യൗസേപ്പിനോടുള്ള ഭക്തിയെ മനസ്സിലാക്കേണ്ടത്. ഈശോയ്ക്ക് ദൈവപിതാവിനെ ഭൂമിയിൽ കാണിച്ചു കൊടുത്ത, ഈശോയുടെ മാനുഷിക ഭാവത്തിന്, സ്വഭാവത്തിന്, ഹ്യൂമൻ നേച്ചറിന് ദൈവപിതാവിനെ കാണിച്ചു കൊടുത്ത യൗസേപ്പിനെ നമുക്കും ഈശോ പങ്കുവയ്ക്കുകയാണ്. യൗസേപ്പ് ദൈവപിതാവിൻ്റെ മുഖമാണ്. അതിൻ്റെ പെർഫെക്റ്റ് ഫേസ് ഈശോയാണ്. പക്ഷേ യൗസേപ്പിലാണ് ഈശോ തന്നെ ദൈവപിതാവിനെ കണ്ടത്. അപ്പോൾ ആ യൗസേപ്പിൽ നമുക്കും ദൈവപിതാവിനെ കാണാൻ പറ്റും. യൗസേപ്പിൽ ആ ഫാദർലി ഇമേജ് കണ്ടെത്താൻ നമുക്ക് പറ്റും. ഞാനിത് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ അടുത്തിരുന്ന ആളോട് ചോദിച്ചു, ഈശോ ഭൂമിയിൽ അപ്പ എന്ന് വിളിച്ച ഏക മനുഷ്യനാരാണ്? പെട്ടെന്ന് ആ ചോദ്യം വന്നപ്പോൾ പതറിപ്പോയി. ആരെയായിരിക്കും? ഈശോ ഭൂമിയിൽ അപ്പ എന്ന് വിളിച്ച ഏക മനുഷ്യൻ യൗസേപ്പാണ്. ഈശോ യൗസേപ്പിനെ അപ്പ എന്ന് വിളിച്ചെങ്കിൽ നമുക്കും യൗസേപ്പിനെ അപ്പ എന്ന് വിളിച്ചുകൂടെ? ഈശോ യൗസേപ്പിനെ അപ്പായായി കണ്ടെങ്കിൽ നമുക്കും യൗസേപ്പിനെ അപ്പ ആയി കണ്ടുകൂടെ? ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവപുത്രനായ മിശിഹായിക്ക് ഭൂമിയിൽ ഒരപ്പനെ ആവശ്യമുണ്ടെന്ന് ദൈവത്തിന് മനസ്സിലായി അത് നടപ്പിലാക്കിയെങ്കിൽ, നോർത്തേ, ദൈവപുത്രനായ മിശിഹാ തമ്പുരാന് ഭൂമിയിൽ ഒരപ്പായെ ആവശ്യമുണ്ടെന്ന് ദൈവപിതാവിന് മനസ്സിലായി അത് നടപ്പിലാക്കിയെങ്കിൽ നമുക്കെത്ര അധികമായി അങ്ങനെ ഒരു അപ്പനെ ഭൂമിയിൽ ആവശ്യമുണ്ട്.
ആ അപ്പനാണ് യൗസേപ്പ് പിതാവ്. ആ പിതൃത്വത്തിൻ്റെ മുഖമാണ് യൗസേപ്പ് പിതാവ്. കഴിഞ്ഞ വർഷം നമ്മൾ യൗസേപ്പ് പിതാവിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഭൂമിയിൽ പിതൃത്വത്താലെ മുറിവേറ്റ എല്ലാവരെയും ഇന്നോർക്കണേ. പറയുമ്പോൾ അപ്പനാണെങ്കിലും അപ്പനാലെ മുറിവേറ്റ ഒത്തിരി പേരുണ്ട്. ആ മുറിവുകൾ വല്ലാത്ത ആഴമാണ്. അത്തരം മുറിവുകൾക്ക് ആ മുറിവുകൾ മാഞ്ഞും മറഞ്ഞും പോകാൻ, കരിഞ്ഞുണങ്ങാൻ കാലമെത്ര കാത്തിരുന്നാലും നടക്കണമെന്നില്ല. പിതൃത്വത്താൽ മുറിവേറ്റ എല്ലാവരെയും ഓർക്കാം. നമുക്കത്തരം മുറിവുകൾ ഉണ്ടായിട്ടില്ലെങ്കിൽ കർത്താവിന് നന്ദി പറയാം. ഒപ്പം ഈ പിതൃത്വം ഒന്ന് എക്സസൈസ് ചെയ്യാൻ എളുപ്പമല്ല. ടു ബി എ ഫാദർ ഈസ് നോട്ട് ആൻ ഈസി തിങ്. അമ്മയാകാൻ പിന്നെയും കുറച്ചുകൂടെ എളുപ്പമാണ്. ശരിയാണ്, ഫിസിക്കൽ സ്ട്രഗിൾസ് കൂടുതൽ അമ്മമാർക്കാണ്, എനിക്കറിയാം, മനസ്സിലാക്കുന്നു. പക്ഷെ എന്നാലും അപ്പനായിരിക്കുക, എല്ലാം കഴിഞ്ഞ് മാഞ്ഞു പോകുന്ന ഒരു അപ്പൻ ഇമേജ് ഉണ്ടല്ലോ, അതാകുക അത്ര എളുപ്പമല്ല. ഒത്തിരി ഒന്നും സ്നേഹിക്കാൻ വശമില്ലായിരിക്കും, സ്നേഹിക്കപ്പെടുന്നുമില്ലായിരിക്കും അപ്പന്മാർ. അങ്ങനെ ഒരു അപ്പനായിരിക്കുക എളുപ്പമല്ല. അപ്പോഴും ഈ നിയോഗത്തെ ദൈവത്തിൽ ആശ്രയിച്ചേറ്റെടുക്കാൻ, പിതൃത്വം ഭൂമിയിൽ നന്നായി ജീവിക്കാൻ യൗസേപ്പ് പിതാവിന് നമ്മളെ തന്നെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം, സമർപ്പിക്കാം. എല്ലാ അപ്പന്മാരെയും പ്രത്യേകം നമുക്ക് ഓർക്കാം. ഒപ്പം പിതൃത്വത്തിനാലെ മുറിവേറ്റവരെയും ഓർക്കാം. യൗസേപ്പിലൂടെ ദൈവപിതാവിൻ്റെ മുഖം കൂടുതൽ മിഴിവോടെ കാണാൻ ഈശോ ദൈവപിതാവിനെ കണ്ട യൗസേപ്പിൻ്റെ മുഖത്തേക്ക് നോക്കി. ദൈവപിതാവിൻ്റെ മുഖത്തെ ധ്യാനിക്കാൻ ഈ ദിവസം നമുക്കൊരുങ്ങാം. ലിറ്റനി ഓഫ് സെയിൻറ്റ് ജോസഫ് ഇന്നും വീണ്ടും കേട്ടു പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ കേട്ടു പ്രാർത്ഥിക്കണം. നമുക്ക് നമ്മെ തന്നെ യൗസേപ്പ് പിതാവിന് കോൺസെൻട്രേറ്റ് ചെയ്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുള്ള പ്രതിഷ്ഠാ പ്രാർത്ഥന. ഓ ഏറ്റവും വന്ധ്യനായ വിശുദ്ധ യൗസേപ്പ് പിതാവേ, അങ്ങയുടെ ബഹുമാനത്തിനായി ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. അങ്ങെപ്പോഴും എൻ്റെ പിതാവും സംരക്ഷകനും രക്ഷയുടെ പാതയിൽ എൻ്റെ വഴികാട്ടിയും ആയിരിക്കുന്നതിനായി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഹൃദയത്തിൻ്റെ വലിയ നിർമ്മലതയും ആന്തരിക ജീവിതത്തോടുള്ള തീക്ഷ്ണമായ സ്നേഹവും എനിക്കായി വാങ്ങിത്തരണമേ. അങ്ങയുടെ മാതൃക പിന്തുടർന്ന് മിശിഹായുടെ തിരുഹൃദയത്തോടും മറിയത്തിൻ്റെ വിമല ഹൃദയത്തോടും ചേർന്ന് ദൈവത്തിൻ്റെ വലിയ മഹത്വത്തിനായി എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പ് പിതാവേ, അങ്ങയുടെ പുണ്യ മരണത്തിൻ്റെ സമാധാനത്തിലും സന്തോഷത്തിലും പങ്കുചേരുവാൻ എനിക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.